ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങൾ. 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് അയക്കുന്നതിന് മുമ്പ് യേശു അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുടെ അവസാന ഭാഗമാണ് നാം ഇന്ന് വായിച്ച് കേൾക്കുന്നത്. ഇപ്രകാരമാണ് യേശു പറഞ്ഞു തുടങ്ങുന്നത്: ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാക്കുകൾ നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം, ഞെട്ടിച്ചേക്കാം. കാരണം സമാധാന രാജൻ എന്നറിയപ്പെടുന്ന യേശു എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നാം ചിന്തിച്ചേക്കാം. നമുക്ക് മാത്രമല്ല, യേശുവിനെ കേട്ടുകൊണ്ടിരുന്ന അന്നത്തെ ശിഷ്യന്മാർക്കും ഈ ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ തുടർന്നുള്ള വാക്യങ്ങൾ അവർക്ക് കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തിട്ടുമുണ്ടാകണം. യേശുവിനെ പ്രതി വീട്ടുകാരും കുടുംബാംഗങ്ങളും ശത്രുക്കളാകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഭിന്നതയുടെ പ്രതീകമാണ് ഈ വാൾ. അതോടൊപ്പം പഴയ പുതിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ വാൾ എന്നത് ദൈവവചനത്തിൻ്റെ പ്രതീകം കൂടിയാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാരോട് ആത്മീയ സമരത്തിനുള്ള ഒരുക്കമായി പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം: ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് പരിചിതമാണ്. ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇപ്രകാരമാണ് വചനത്തെ വാളായി വിവരിച്ചിരിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും വീണ്ടും നമ്മളിങ്ങനെ കാണുന്നു: രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച് വെള്ളക്കുതിരയ്ക്കുമേൽ വരുന്നവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അവൻ്റെ വായിൽ നിന്നും മൂർച്ചയുള്ള ഒരു വാൾ. പ്രകാരം വചനമാണ്, ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ് വാളായി ഭിന്നതയുടെ കാരണമായി മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ നാം തിരിച്ചറിയണം, സുവിശേഷത്തെ പ്രതി വഴക്കുണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ നമുക്ക് അനുവാദമില്ല. നമ്മുടെ ആശയങ്ങളുമായി ഒത്തുപോകാത്തവർക്കെതിരെ വാളെടുക്കാനുള്ള ആഹ്വാനവുമല്ല ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ശാന്തതയും കരുണയും യേശുവിനെ പ്രതിയുള്ള ക്ഷമിക്കലും സ്നേഹവുമൊക്കെയാണ് എതിർപ്പിനും ഭിന്നതയ്ക്കും കാരണമായിട്ട് തീരുക. ഒരിക്കലും നമ്മുടെ സ്വഭാവ രീതിയും നമ്മുടെ സംസാരവും ഒന്നും എതിർപ്പിനും ഭിന്നതയ്ക്കും കാരണമായി തീരരുത് എന്ന് നമുക്ക് ഓർമ്മ. തുടർന്ന് യേശു ആവശ്യപ്പെടുന്നത് പ്രകാരമാണ്: എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മാതാപിതാക്കളെയോ മക്കളെയോ അവഹേളിക്കാനോ ഉപേക്ഷിക്കാനോ ബഹുമാനിക്കാതിരിക്കാനോ അല്ല യേശു പ്രകാരം പഠിപ്പിക്കുന്നത്. ഇത് പ്രഥമ സ്ഥാനത്തെക്കുറിച്ചാണ്, മുൻഗണനയെക്കുറിച്ചാണ്. യേശുവിന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിന്തയിലും കേന്ദ്രസ്ഥാനം കൊടുക്കുക. ക്രിസ്തു ശിഷ്യരുടെ അടയാളം ഇതാണ്. യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവർ, അവരാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യർ. യേശുവിന് 1-ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും, മാതാപിതാക്കളും മക്കളും കൂട്ടുകാരും എല്ലാവരും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളവരാകും എന്ന് നാം തിരിച്ചറിയും. യേശുവിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നതിലൂടെ നാം നല്ല കൂട്ടുകാരായിട്ട് മാറും. യേശുവിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നതിലൂടെ നാം നല്ല മാതാപിതാക്കളായിട്ട് മാറും. നാം നല്ല വൈദികരും സന്യസ്തരുമായിട്ട് മാറും. നാം നല്ല മക്കളായി. കാരണം ഏറ്റവും മികച്ചതെല്ലാം നാം ക്രിസ്തുവിൽ കണ്ടെത്തും. അത് സ്നേഹമാകട്ടെ, കൂട്ടാകട്ടെ, മികവാവട്ടെ, ഉൾക്കാഴ്ചയാവട്ടെ, കാര്യക്ഷമതയാവട്ടെ, എല്ലാം ക്രിസ്തുവിൽ നാം. യേശു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. യഥാർത്ഥ ശിഷ്യരായിട്ട് മാറാനുള്ള മാനദണ്ഡമായിട്ട് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല.
പ്രിയമുള്ളവരെ, കുരിശ് ത്യാഗത്തിൻ്റെ ഏറ്റവും സമ്പൂർണമായ പ്രതീകമാണ്. എന്നാൽ ഈ കുരിശ്, ഈ ത്യാഗം, ചെറുതും വലുതുമായിട്ടുള്ള ഈ കുരിശുകളും ത്യാഗങ്ങളും നമ്മെ വിഷമിപ്പിക്കുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് സ്തൗറോഫോബിയ എന്ന വാക്കുപയോഗിച്ചിട്ടാണ്. കുരിശിനോടുള്ള അമിത ഭയം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലും കുരിശില്ലാതെയുള്ള രക്ഷയും ശാന്തിയും സമൃദ്ധിയും ജീവനും ഒക്കെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. സ്തൗറോഫോബിയയ്ക്ക് പകരം സ്തൗറോഫീലിയ, കുരിശിനോടുള്ള സ്നേഹം, ക്രിസ്തു ശിഷ്യരുടെ മുഖമുദ്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാം.